ചെർപ്പുളശ്ശേരി നഗരസഭ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ യോഗമാണ് ഇന്ന് നഗരസഭ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആദ്യ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ മുഴുവനായി പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിനാലാണ് രണ്ടാമത്തെ യോഗത്തിലേക്ക് നഗരസഭ തയ്യാറായിരിക്കുന്നത്. ആ യോഗത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നഗരസഭ. നമുക്കറിയാം, രണ്ടാമത്തെ യോഗമാണ്. ആദ്യ യോഗത്തിൽ നാലാമത്തെ യോഗമാണ്. മുൻപുണ്ടായിരുന്ന യോഗങ്ങളിലെ തീരുമാനങ്ങളൊന്നും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണത്തെ യോഗം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ആളുകൾ അല്ലെങ്കിൽ മറ്റു സംഘടനകൾ എത്രത്തോളം അത് അംഗീകരിച്ചിട്ടാണ് പോയിട്ടുള്ളത്? നമ്മൾ 2 തവണയല്ല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിട്ടുള്ളത്. 4ാമത്തെ തവണയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൗൺസിൽ തീരുമാനവും ഉൾക്കൊണ്ടിട്ടാണ് കഴിഞ്ഞ 9-ാം തീയതി, മെയ് 9-ാം തീയതി പ്രാവർത്തികമാക്കിയത്. വളരെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളത് ഫലപ്രദമായി, പൂർണ്ണമായി വിജയകരമായി എന്ന് പറയാൻ കഴിയില്ല, എന്തെങ്കിലും നല്ല രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കി. പക്ഷെ അതിൽ നമ്മൾ എന്ത് കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് അതിലുള്ള ഒരു അപാകതകൾ നമുക്ക് മനസ്സിലാക്കി വീണ്ടും അത് ചർച്ച ചെയ്ത് അത് ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലപരിമിതി, യാത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകീകരിച്ചുകൊണ്ട് കൗൺസിലും MVD, അതുപോലെ തന്നെ PWD, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക്. അതിലുള്ള ഒരു ഏകീകരമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇനി ചെർപ്പുളശ്ശേരിക്ക് ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ. അത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ആയിരിക്കും. അറിയാം, 100-200ഓളം സർവീസ് നടത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് ബസ്സുകൾ വന്നു പോകുന്ന ഒരു നഗരം തന്നെയാണ് ചെർപ്പുളശ്ശേരി ടൗൺ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് സ്ഥലപരിമിതികൾ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ ഉണ്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ഒരു കാളപ്പറമ്പ്, ദേവസ്വം ബോർഡിൻ്റെ കാളപ്പറമ്പ് നമ്മൾ അന്വേഷിച്ച് കുറച്ച് കിട്ടിയ ഒരു നിലക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സുഗമമായി നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അതിൽ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി നമുക്ക് മെച്ചപ്പെടുത്തി ബസ് സ്റ്റാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതുകൂടി കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ബസ് സ്റ്റാൻഡിൽ ലൈവാക്കാൻ പറ്റുന്നതായിരിക്കും. ഈ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ബസ്സുകൾ നിൽക്കുന്നത് റോഡിൻ്റെ 2 വശങ്ങളിലുമാണ്. അപ്പോൾ ഈ വരുന്ന 30-ാം തീയതി മുതൽ ആ ഇരുവശങ്ങളുള്ള ബസ്സുകൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതന്നെയാണോ പറയുന്നത്? ബസ് സ്റ്റോപ്പ് ഉണ്ടായിരിക്കും അവിടെ. ബസ് നിർത്തുക, വെയിറ്റിംഗ് ഒക്കെ പുതിയ ബസ് സ്റ്റാൻഡിലായിരിക്കും. ആളുകൾക്ക് സുഖമായിട്ട് കയറാം, ഇനി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരാം. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ട്രാഫിക്കിൻ്റെ വലിയൊരു ബ്ലോക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയർ പറഞ്ഞ രീതിക്കനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ നമ്മൾ നടപ്പാക്കുമ്പോൾ തന്നെ ചില അപാകതകൾ ഉണ്ടാകുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ അപാകതകളാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് ദൃക്സാക്ഷിയായിട്ട് നമുക്ക് കണ്ടത് എന്ന് മാത്രമല്ല അനുഭവിച്ചാണ്. വല്ലാത്ത ടൗണിലെ ബ്ലോക്കും മറ്റു കാര്യങ്ങളും ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ടും CSR ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവരുടെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് ചെയർപേഴ്സൺ ഞാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലാവരും വേണ്ടിയിട്ട് വീണ്ടും ഡിസ്കഷൻ നടത്തി എങ്ങനെ നമുക്ക് ഇത് പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് എല്ലാ ബസ്സുകളും നിലവിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് വേറെയും പ്രയാസങ്ങൾ നേരിടുമോ എന്താണ് പ്രയാസങ്ങൾ? നേരത്തെ പറഞ്ഞ 100-300ഓളം സ്വകാര്യ ബസ്സുകൾ വരുവാണ്. ആ ബസ്സുകൾ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിർത്തുക എന്നുള്ളത് അതിലും ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെ ഇടപെടുമ്പോഴാണ് ഇപ്പോൾ നിലവിലുള്ള പുത്തനാക്കൽ ദേവസ്വത്തിൻ്റെ വലിയൊരു യാർഡ്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കാളമഹോത്സവത്തിൻ്റെ കാളകളെല്ലാം നിൽക്കുന്ന ആ യാർഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറെ സൗകര്യമായി ഏകദേശം 10-40-50ഓളം ബസ്സുകൾ അവിടെ ഒരേ സമയത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യാർഡാണ്. അതിൻ്റെ അധികൃതരായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് 2 ദിവസമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാരമ്പര്യ ട്രസ്റ്റിയായിട്ടും അതിന് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. എന്തായാലും അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ട് കിട്ടുമെന്നുള്ള രീതിക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ഈ പ്രയാസങ്ങൾ നിൽക്കും. എന്ന് മാത്രമല്ല, നമ്മുടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ 2 സൈഡിലും കുറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ബസ് നിർത്താൻ പറ്റുന്ന രീതിക്കനുസരിച്ച് എൻ്റെ സ്വകാര്യ ഉടമകളെയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ ബസ് നിർത്തുക എന്നുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് തീരാവുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ആ ബസ് സ്റ്റാൻഡ് നമുക്ക് പ്രാവർത്തികമാക്കണം. ചെറിയൊരു പ്രയാസം ഇപ്പം എന്തുള്ളൂ, പാലക്കാട്ടേക്കും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടേക്കും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയ്ക്കും പോകുന്ന യാത്രക്കാർക്ക് ഇവിടെ നിന്ന്
അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള യാത്രക്കാർ കുറച്ച് പ്രയാസപ്പെടും എന്നുള്ള ആ പ്രയാസം എങ്ങനെ തീർക്കാം? അവർക്ക് പട്ടാമ്പി മേഖലയിൽ നിന്ന് വരുന്ന ബസ്സിൽ 10 രൂപ കൊടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റേ ഓട്ടോ എടുത്തിട്ട് പോവാം. ഒറ്റപ്പാലം ബസ് പോകുന്നവർക്ക് ഒരു പ്രയാസമില്ല. ഒറ്റപ്പാലം സൈഡിൽ ഒറ്റപ്പാലത്തിൻ്റെ താഴത്തേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യും, അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നും കയറാം. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഭരണസമിതിക്ക് വലിയൊരു പ്രയാസം, ഇങ്ങനെ സ്കൂൾ കുട്ടികളുടെ യാത്ര ഉണ്ടാവും. അതിൽ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ നിലവിൽ സ്കൂളിൻ്റെ പ്രധാന ഗേറ്റില്ല, അതിൻ്റെ അപ്പുറത്തെ ഗേറ്റുള്ള ആ ഗേറ്റിൻ്റെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാൽ നേരെ കുത്തനെ തന്നെ ഏകദേശം ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിലെത്തും. ഏത് വഴി കൂടെ? നമ്മുടെ ബ്രഹ്മദത്തൻ റോട്ട് കൂടെ, ഇല്ലിക്കോട്ട് വലിയോറമ്പ് റോട്ട് കൂടെ ഒരു പ്രശ്നമില്ലാണ്ട് ആ റോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു വിഷയം, ബസ്സിൻ്റെ ഒരു വിഷയം ഇല്ലാതെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു പ്രശ്നങ്ങളും തീരും. എന്തായാലും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും അതുപോലെ ബാദൃശ്യം 1 മീഡിയ നമുക്ക് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വളരെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഈ സഹായം നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വിജയിക്കുമെന്നുള്ള ശുഭാപ്തിയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വൈസ് ചെയർമാനോട് ചോദിക്കാനുള്ള UDF ഒരു വലിയ ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊടുത്ത അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ടത് പറയുകയാണ്, നിങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് പൂ വെച്ചു കായ വെച്ചു റോഡിൽ ഭംഗിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതേ റോഡാണ് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ സ്ഥിതിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞത്. ജനങ്ങളുടെ ഒപ്പമാണ് UDF എന്നാണ് പറയുന്നത്. ട്രാഫിക് പരിഷ്കരണത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ നടത്തിക്കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചതെന്നൊക്കെ അവർ വലിയ രീതിയിൽ ആരോപണം ഉയർത്തി. എന്താണ് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്? ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം ഉറപ്പാണ്, ഏത് പരിഷ്കരണം വരുത്തുമ്പോഴും അത് LDF മാത്രമായിട്ടുള്ള പരിഷ്കരണമല്ല. അത് സമ്പൂർണ്ണമായിട്ടും ഇവിടെ വിജയിച്ചു വന്നുള്ള 33 കൗൺസിലർമാരും ഒരേ സ്ഥലത്തിരുന്ന് കൗൺസിൽ യോഗത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. എനിക്ക് ഉറപ്പുണ്ട് UDF അങ്ങനെ ഒരു സമീപനത്തിലേക്ക് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഉറപ്പായിട്ടും ആ കാര്യത്തിലേക്ക് അവരെ വികസനത്തിൻ്റെ അവരൊരു രാഷ്ട്രീയം വെച്ച് പുലർത്തുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ബൈറ്റുകളെല്ലാം ഞാനും ശ്രദ്ധിച്ചു, പക്ഷെ അത് ആരോഗ്യകരമായിട്ടുള്ള ബൈറ്റല്ല വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഏത് പരിഷ്കരണം, ഞാൻ വീണ്ടും പറയാം, ഏത് പരിഷ്കരണത്തിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഇസാഖിനെ പൂർണ്ണമായിട്ടും നമ്മൾ വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഇനി BJPയുടെ ജയനടക്കമുള്ള കൗൺസിലറെ വിളിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ട്? അങ്ങനെ വരുമ്പോൾ നഗര നവീകരണവും നഗരത്തിലുള്ള അവർ ഉദ്ദേശിച്ച രീതികൾക്കനുസരിച്ചുള്ള ചെറുപ്പശ്ശേരിയെ ചന്തം ചേർത്തിയ ചെറുപ്പശ്ശേരി എന്ന രീതിക്കനുസരിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ ആ ഒരു നടപ്പാക്കലിനെ അവരൊരു വിമുഖത കാണിക്കുന്ന കൂട്ടക്കാരാണോ എന്ന് തോന്നില്ല. കാരണം പുതിയ ചെറുപ്പശ്ശേരി കണ്ടാൽ അറിയാലോ, നിഖിലിനറിയാം. നിഖിലിപ്പോൾ എന്താ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ? അവിടെയുള്ള ചന്തം ചേർത്തിയുള്ള ചെറുപ്പശ്ശേരിയുടെ ആ ഒരു നല്ല പച്ചപ്പും നല്ല പൂച്ചട്ടികളും അതിനേക്കാളേറെ വളരെ ഭംഗിയായി നോക്കൂ. ഇപ്പോൾ മാലിന്യത്തിൻ്റെ വിമുക്തമായുള്ള ചെറുപ്പശ്ശേരി എന്നുള്ളതും അതിൻ്റെ പ്രചണ്ഡമായുള്ള പ്രചരണ പ്രവർത്തനവും ഞങ്ങളെ ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയുടെ മതിലിലെ എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങൾ വരച്ചു വെച്ചിട്ടുള്ളത്. അതും ഭരണസമിതിയാണ്. അല്ലാണ്ട് ഇതൊന്നും LDF നേട്ടമായിട്ട് ഒക്കെ ഭരണസമിതി എന്ന കൺസെപ്റ്റിലേ ഞങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെ അർബൻ ബാങ്കിൻ്റെ അവിടെയുള്ള ഒരു മതിൽ, നമ്മുടെ സമ്മേളനങ്ങളും കാര്യങ്ങളും എഴുതും അതിൽ വളരെ കൃത്യമായിട്ട് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റേ സ്വച്ഛ് ഭാരതത്തിൻ്റെ പ്രചരണവും കൊടുക്കാമെന്ന് പറഞ്ഞ ചന്തത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഭരണപക്ഷം ഉണ്ടെന്നേ ഉള്ളൂ, പ്രതിപക്ഷം തന്നെയാണ്. അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഞാൻ അറിയാതെ എൻ്റെ വായെന്ന് പ്രതിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ കൗൺസിലർമാർ ഇവിടെ എന്താ വൈസ് ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ് ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാനത് പിൻവലിക്കുകയും അറിയാതെ പറഞ്ഞു പോയതാണ്. നിയമസഭയിലൊക്കെ വരുന്ന ചില വാചകങ്ങൾ ഞാനത് എടുത്തു പോയതാണ്. അത് തെറ്റുപറ്റി, നമ്മൾ ഭരണപക്ഷമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എന്തായാലും ആ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവാൻ തുടങ്ങി കുറേയായി. അപ്പോൾ തീരുമാനമായി ആളുകൾ 30-ാം തീയതി മുതൽ ബസ്സുകൾ അവിടെ കയറി തുടങ്ങുന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാം. അത് ഇന്നത്തെ യോഗത്തോട് കൂടിയിട്ട് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിലവിൽ 9-ാം തീയതിയാണ് നമ്മൾ കഴിഞ്ഞ മെയ് മാസം 9-ാം തീയതിയാണ് നമ്മൾ പുതിയ പരിഷ്കരണം ചെറുപ്പശ്ശേരിയിൽ കൊണ്ടുവന്നത്. അതിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോടും അതിൽ ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഭാഗത്തും വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ, ബസ് ഉടമകൾ, ബസ് തൊഴിലാളികൾ, എക്സ്പെഷ്യലി പൊതുജനങ്ങൾ, യാത്രക്കാരായ ആളുകൾ എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചെറുപ്പശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡ് പരിപൂർണമായും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും 3000-ലധികം വരുന്ന ചെറുപ്പശ്ശേരി ഹൈസ്കൂളിലെയും വിവിധ പ്രൈവറ്റ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾ
വരുന്ന സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ക്യാമ്പസുകൾ തുറന്നു കഴിഞ്ഞാൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ആശ്വാസമാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇനി അതിലും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ പോരായ്മകൾ വരികയാണെങ്കിൽ തീർച്ചയായും ഭാവിയിൽ അത്തരം മാറ്റങ്ങൾക്കെല്ലാം ജനകീയമായിക്കൊണ്ട് സഹിഷ്ണുതയോടുകൂടി മാറ്റങ്ങൾ വരുത്തി ഭേദഗതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും. വിദ്യാലയങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിയമപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. 4ാം തവണയാണ് ഈ യോഗം കൂടി വീണ്ടും ഒരു പുതിയ തീരുമാനങ്ങൾ, പുതിയ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് 30-ാം തീയതി മുതൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലം കൂടിയാണ് ചെർപ്പളശ്ശേരി എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കും പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് യോജിച്ച് പോകുന്നതിന് കുറച്ച് സമയമെടുക്കും. നമ്മുടെ ടൗൺ നവീകരണം വന്ന് ടൗണിന് മാറ്റം വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാഹനങ്ങളും മറ്റും വരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. അപ്പോഴാണ് നമ്മൾ ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ നമ്മുടെ നിലവിലെ ബസ് സ്റ്റാൻഡ് പൊളിച്ച് അപ്പോഴും ആളുകൾക്ക് അതിനോട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് പ്രയാസം വരികയാണ്. കാരണം ചെർപ്പളശ്ശേരിയിൽ ഇപ്പോൾ ഞാനുൾപ്പെടെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് ലേബറ്റിലെത്താൻ ഒരു 7 മിനിറ്റാണ്. അപ്പോൾ ഈ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് മാനസികമായൊരു ബുദ്ധിമുട്ട് വരും. അതാണ് മുഴുവൻ ആളുകൾക്കും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ചെർപ്പളശ്ശേരിയുടെ പൊതുവായ വികസന പ്രവർത്തനം വരണം എന്നുള്ളത് കൊണ്ട് ഈ സ്കൂൾ തുറക്കണം. ഇപ്പോൾ നിലവിലെ അവസ്ഥ പോലും ആവില്ല സ്കൂൾ തുറന്നാൽ എന്നുള്ളത്. കാരണം വിദ്യാർത്ഥികളെ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭരണസമിതിയെ കൊണ്ട് ഒരു തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള യോഗം വിളിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു മാറ്റം പുതിയ നമ്മുടെ ബസ് സ്റ്റാൻഡ് പ്രാവർത്തിക യോഗമാക്കി മുഴുവൻ ബസ്സുകളോടെ പോയി എല്ലാവരെയും സമ്മതപ്രകാരം. കാരണം CSR നേരിട്ട് വന്ന് തന്നെ അതിൻ്റെ വളരെ നല്ല രീതിയിൽ അതിനൊരു കോർഡിനേഷൻ ചെയ്ത് നമുക്ക് തന്നതിൽ നമുക്ക് ഭരണസമിതി രൂപത്തിൽ വലിയ സന്തോഷം കൂടിയുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ഇവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ചെർപ്പളശ്ശേരിയുടെ ഈ പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കാരണം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി NSS പോലെ SPC പോലുള്ള വളണ്ടിയേഴ്സിൻ്റെയും എല്ലാം സഹായം തേടിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ പോലീസിൻ്റെയും സഹായങ്ങൾ പൂർണ്ണമായും ട്രാഫിക്കിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ അത് ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടി തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പ് തന്നിട്ടുണ്ട്, പോലീസിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ചെർപ്പളശ്ശേരി നഗരത്തിൽ വരുന്ന ഓരോരുത്തരും ഇനി ശ്രദ്ധിക്കേണ്ടത് ചെർപ്പളശ്ശേരിക്ക് ഇനി ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ. അത് പുത്തനാലിക്കൽ സമീപത്തുള്ള ഏറ്റവും പുതിയ ബസ് സ്റ്റാൻഡാണ്. അതങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് വിവാദങ്ങൾക്കൊക്കെ ഇടയിൽ നിന്ന് അത് യാഥാർത്ഥ്യമാവും കൂടിയാണ് ഈ സമയത്ത്. ഈ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ കൂടെ പുതിയ ബസ് സ്റ്റാൻഡ് കൂടി യാഥാർത്ഥ്യമാകുന്നു എന്നൊരു സന്തോഷം കൂടിയുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് ട്രോളുകളൊക്കെ വന്നതാണ്. വിവാദങ്ങളിൽ എന്നതിലുപരി നമ്മൾ ഒരുപാട് തവണ ഉദ്ഘാടനം ചെയ്ത ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. ഉദ്ഘാടനം ഒരു തവണ നടന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമൊക്കെ നടന്നു. അതിന് ശേഷം പിന്നെ അവിടെ പ്രവൃത്തി നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചെർപ്പളശ്ശേരിയുടെ നിലവിലുള്ള അവസ്ഥ പരിഗണിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതോട് കൂടിയിട്ടാണ്, ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പോൾ ചെർപ്പളശ്ശേരിയിലെ ഓരോ മനുഷ്യരും നിൽക്കുന്നത്. അതോടൊപ്പം ഭരണസമിതി നിന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കണം. ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വീണ്ടും യോഗങ്ങൾ ചേരേണ്ടി വരും. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പല മാറ്റങ്ങളും നമുക്ക് വരുത്തേണ്ടി വരും. സുതാര്യമായിക്കൊണ്ട് സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ചെർപ്പളശ്ശേരി നഗരസഭ ട്രാഫിക് പരിഷ്കരണത്തിനോടൊപ്പം പുതിയ ബസ് സ്റ്റാൻഡ് കൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ബാദുഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, 1 ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മാത്രം. ഡയമണ്ട് പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.